ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് അത് 4th-ലും 5th-ലും പിന്നെ 6th-ലും എനിക്ക് കിട്ടിയ ബർത്ത്ഡേ കാർഡ്സ് ഞാൻ കാണിച്ചു തരാം. അത് ഈ ഒരു ബോക്സിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. അപ്പം കാണിക്കാം. ഇത് ഫുൾ ബർത്ത്ഡേ കാർഡ്സ് ആണേ. എടുക്കാൻ പാടാ, കുറേ ഉണ്ട് കൈ, ഇത്രയും ഉണ്ട്. നമുക്ക് തുറന്നു നോക്കാം. അതല്ലോ ഇത് എന്തുവാ, ഇതെനിക്ക് കിട്ടിയ ബീഡ്സ് ആണ്. ഇതെനിക്ക് എൻ്റെ കൂട്ടുകാരി കാർത്തിക തന്ന ബീഡ്സ് ആണ്. പിങ്ക് കളർ പിങ്ക് കളർ ഒരു ഗിൽറ്റർ എന്ന് പറയുമ്പോഴുള്ള ഒരു സ്വീക്കൻസ്, അതാണ്. അതിൻ്റെ തന്നെ ഒരു ഫ്ലവറിൻ്റെ ഉണ്ട്. ഇതേ ഉള്ളൂ, ഇത് രണ്ടെണ്ണേ ഉള്ളൂ ശരിക്കും. പിന്നെ ഇനി കാർഡ്സിലേക്ക് പോവാം. നമുക്ക് ഇത്രയും കാർഡ്സ് ഉണ്ട്, നമുക്ക് ഓരോന്നായിട്ട് പങ്കിടാം. ഈ കാർഡ് എനിക്ക് സേറ എന്ന് പറഞ്ഞ കൊച്ചാണ്. എനിക്ക് 5th-ലാണോ 6th-ലാണോ തന്നെന്ന് എനിക്കറിയത്തില്ല. ഇവർ ക്ലാസ് എഴുതി വെക്കത്തില്ല, കുറച്ചങ്ങനെ വെച്ചാൽ ക്ലാസ് എഴുതി വെക്കത്തില്ല. അപ്പം ഇതാണ്, പേരും എഴുതിയില്ല, ഇതിൻ്റെ അകത്തൊന്നും എഴുതിയില്ല. വായിക്കാം. ഹാപ്പി ബർത്ത്ഡേ എന്ന് മാത്രം ആദ്യം എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു ഹാർട്ട്. തുറക്കാം. നടിച്ച ഹാർട്ടിൻ്റെ ഇതും പിന്നെ ഹാപ്പി ബർത്ത്ഡേ എർമിൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അവിടെ ഒരു ഹാർട്ട്, ഒരു ക്രോസ് ലൈൻ വരച്ചിട്ട് എന്നിട്ടൊരു ഹാർട്ട്. അപ്പം ഇത് മാത്രമേ ഉള്ളൂ ആദ്യത്തെ കാർഡിൽ. രണ്ടാമത്തെ കാർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അന്ന് എനിക്ക് തന്നപ്പോൾ അതിലേറ്റവും കൂടുതൽ ഡിഫറെൻ്റ് ആയിരിക്കുന്ന ഈ കാർഡായിരുന്നു. ഇതാണ് ഹാപ്പി ബർത്ത്ഡേ ഡിയർ എർമിൻ. ആമിയ തന്നതാണ് എനിക്കിത്. ആമിയ അത് 4th വെച്ചാണ്. അകത്ത് ഇങ്ങനെയാണ് വായിക്കുന്നത്. മൊത്തം ഞാൻ വായിക്കാം. ഡിയർ എർമിൻ, ഹാപ്പി ബർത്ത്ഡേ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ മൈ ഫ്രണ്ട്. വിഷ് യു എ നൈസ് ബർത്ത്ഡേ. Out of every girl in class, you are in the top 10. Of behind a good friend of mine, a friend I like a lot. I was so excited for your birthday, and now the day was finally came. Have a good day. മാത്രമേ പുറകിൽ ഇങ്ങനെ സിക്സാക് ലൈനൊക്കെ പോലെ, സിക്സാക് ലൈൻ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു കേർവ് ലൈൻ അതൊക്കെ. പിന്നെ രണ്ടാമത്തെ കാർഡും അങ്ങനെ തീർന്നു. ഇതെനിക്ക് അഭിരാമി തന്നതാ. 5th വെച്ച് അഭിരാമി എനിക്ക് തന്നതാണ്. എൻ്റെ ഫ്രണ്ടിലുള്ള ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ട് അകത്ത് വരുമ്പോഴാണ് പ്രശ്നം. എന്താണെന്ന് വെച്ചാൽ അവള് തിരിച്ചാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഹാപ്പി ബർത്ത്ഡേ എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പുറകെ 2 ഫ്ലവർ, ഇത്ര ഉള്ളൂ. എൻ്റെ 4ാം ക്ലാസ്സിലെ ബെസ്റ്റ് ഫ്രണ്ട് വന്നതാണ്. എനിക്ക് 4ൽ തന്നെയാണെന്ന് തോന്നുന്നത്. ഇത് 4ൽ തന്നെ. എനിക്കിത് 4 ഫ്രണ്ടിലെ ഹാപ്പി ബർത്ത്ഡേ ടു യു മൈ ബെസ്റ്റ് ഫ്രണ്ട് റിയ. ഇനി തുറക്കാം. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മളെപ്പോഴും തുറക്കുന്ന രീതിയിലൊന്നുമല്ല. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെയല്ലേ തുറക്കുന്നത്, ഇവള് ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അകത്ത് ഇങ്ങനെ കുറേ ഉണ്ട്. ഇവിടെ തൊട്ട് ഇങ്ങനെ വായിച്ച് ഇങ്ങനെ വരണം. വായിക്കും. At 1C to 4C. 4th വെച്ചാണ് തന്നിരിക്കുന്നത് ആണെന്ന് തോന്നുന്നു. One day at 1C, first day of school,
and meet Ermi. A few weeks we are a friend, and few months we are coming a best friend. 2C, 3C. Online classes. Now it is offline classes. Now a month we are a bosom friends. I like you, my best friend Ria. Ermi. She is my best friend forever, and sometime we are coming bosom friend. Ermi have a sister. Her name is Eva. All time she play with her sister. Now today is Ermin's birthday. She have 10 years old. Song Happy Birthday to You എന്ന് പറഞ്ഞൊരു സോങ് ഇവിടെ എഴുതിയിട്ട് ടു മൈ BFF റിയ എന്നും പറഞ്ഞു ബർത്ത്ഡേ സോങ്. പിന്നെ അതിൻ്റെ പുറകില് one more happy birthday to you, my dear best friend Ria. അടുത്തേ ഇതിൻ്റെ അകത്ത് കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറേ സാധനങ്ങൾ മിസ്സായി പോയിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങൾ. ഇതെനിക്ക് കൃഷ്ണേന്ദു തന്നതാണ്. ഞങ്ങൾ കിച്ചു എന്ന് വിളിക്കും. വീട്ടിൽ വിളിക്കുന്ന പേരൊക്കെ വിളിക്കും. ക്ലാസ് ഇതിൻ്റെ അകത്താണ് ഇത്തിരി സാധനങ്ങളേ ഉള്ളൂ. ഇപ്പം നിലവിൽ ഇതിൻ്റെ അകത്ത് ഇച്ചിരി സാധനങ്ങളുള്ളൂ. എനിക്ക് കുറേ സാധനം ഉണ്ടായിരുന്നു. അവൾ എനിക്ക് 6 തന്ന. കഴിഞ്ഞ വർഷം തന്നത് കുറേ ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. ഞാനില്ലേ ബർത്ത്ഡേ കാർഡ്സിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ പിന്നെ ഒരു ദിവസം ഇടാതെ കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട്. പക്ഷെ അതെൻ്റെ അമ്മൂമ്മയുടെ വീട്ടില്ല. അത് ഞാൻ നാളെ അതിൻ്റെ വീഡിയോ ഇടാം. നാളെ പാർട്ട് 2 ആയിട്ട്. ഇത് പാർട്ട് 1. ആദ്യം ഒരു പിക്ചറാണ്. പിക്ചർ വല്ലാത്തൊരു പിക്ചറാണ്. എനിക്ക് എന്തോ അയാൾ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല ഈ പിക്ചറിൽ. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. അവരെ ചെയ്തതാണ്. അവരെ ഇത് എന്താ വെച്ച് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞത്. എനിക്കറിയത്തില്ല. ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. നോട്ട് പോയി ഞാനിപ്പോഴാണ് ഇവിടെ കാണുന്നത് ഈ സാധനങ്ങളൊക്കെ. കഴിഞ്ഞ വർഷമാണ് ഇത് കണ്ടത്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള സെക്കൻഡ് കളിക്കുടുക്കലിൽ ലിറ്റിൽ ബുക്ക് ആനിമൽസ് ആൻഡ് ദെയർ ഹോംസ്. ഇതെന്തിനാണ് എനിക്ക് കഴിഞ്ഞ വർഷം വന്നു. പിന്നെ ഒരു ഫ്ലിപ്പ് ബുക്ക് ഉണ്ട്. പിന്നെ ഒരു മിനി നോട്ട് പാഡ്. ഞാൻ ഇതിൻ്റെ അകത്തൊന്നും എഴുതിയിട്ടില്ല. ഇത് ഫുള്ള് കാലിയാണ്. എഴുതാന്നൊക്കെ ഉണ്ട്. പക്ഷേ എഴുതി കഴിഞ്ഞാൽ ഒരു ഗുമ്മാണത്തില്ല. അതുകൊണ്ട് ഞാൻ എഴുതാറില്ല. പിന്നെ ഇതിൻ്റെ അകത്തൊരു ലെറ്റർ ഉണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തൊരു ലെറ്റർ ഉണ്ട്. ലെറ്റർ ഇങ്ങനെയാണ്. വായിക്കാം. ഞാൻ പെൻസിൽ വെച്ചാണ് എഴുതിക്കുന്നത്. കാണത്തില്ലായിരിക്കും. ഞാൻ വായിച്ചേ. ഡിയർ അർമി, ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ഗേൾ. I wish you a many happy returns of the day. God bless you, dear. From Kichu for Ermi. പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് ഇതിൻ്റെ അകത്തുള്ള ലിസ്റ്റായിരുന്നു. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള ലിസ്റ്റായിരുന്നു ഇത് എഴുതിയിരിക്കുന്നത്. എ പാക്ക് ബൈ കൃഷ്ണേന്ദു. എ പാക്ക് ഫോർ എർമിൻ. A pack of one birthday letter, one handbag ഒന്നും ഇപ്പോൾ കാണുന്നില്ല. 2 wallets കാണുന്നില്ല, പേപ്പർ അല്ലേ. 1 mini notepad, അത് ഞാൻ കാണിച്ചു. 2 little books, 1 flip book. ഒരു ലിറ്റിൽ ബുക്കേ ഉള്ളായിരുന്നു. പിന്നെ ഒരു ഫ്ലിപ്പ് ബുക്ക് ഉണ്ടായിരുന്നു. പിന്നെ 3 കളറിംഗ് പേപ്പേഴ്സ് ഉണ്ട്. അത് ഇല്ല, അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സിങ് ആയി. പിന്നെ ഇത് ഇത്രേ ഉള്ളൂ. അതിൻ്റെ അകത്തുനിന്ന് ഞാൻ ഇതിൻ്റെ അകത്ത് തിരിച്ചു നോക്കട്ടെ. തിരിച്ചു വെച്ചു. അടുത്തത് ഇതെനിക്ക് നിവേദ്യ തന്നതാണ്. നിവേദ്യ എൻ്റെ ഫ്രണ്ടാണ്. പിന്നെ ഞങ്ങൾ LKG മുതൽ ഒരുമിച്ചായിരുന്നു പഠിച്ചത്. പിന്നെ എപ്പോഴായിരുന്നു
UKG ആയപ്പം അവള് വേറെ ക്ലാസ്സിൽ പോയായിരുന്നു. പിന്നെ 1ാം ക്ലാസ് തൊട്ട് ഞങ്ങൾ പിന്നെയും ഒരുമിച്ചായിരുന്നു. പിന്നെ 5ാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ച. ഇപ്പം ഞങ്ങൾ വേറെ വേറെ ക്ലാസ്സുകളിലാണ്. എനിക്ക് ഹാപ്പി ബർത്ത്ഡേ റിയ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചത്. അത് ഞാൻ ഇവിടെ ഒരു സെൻറ്റൻസ് വായിച്ചു. I am giving you this with my big heart. അത്രേ ഉള്ളൂ പേപ്പറിൽ. പിന്നെ ഇതെനിക്ക് അർപ്പിത തന്ന, ട്യൂഷൻ ക്ലാസ്സിൽ അർപ്പിത തന്നതാ. അവൾ പെട്ടെന്ന് ഉണ്ടാക്കിയതായതുകൊണ്ട് എനിക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റിയില്ലെന്നാണ് അവൾ പറഞ്ഞത്. അത് ഞാൻ കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ, ഐ വിഷ് യു എ ഹാപ്പി ബർത്ത്ഡേ. ഫ്രണ്ട് അകത്തൊന്നും ഇല്ല ഗൈസ്, അകത്ത് ചുമ്മാ ഒരു പേപ്പർ. അപ്പം ഇത് തീർന്നു. ഇതെനിക്ക് അങ്കിതയാണോ ദില്ലിയാണോ എന്നറിയത്തില്ല. ആരോ തന്നു ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഇതിനകത്ത് ഹാപ്പി ബർത്ത്ഡേ മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞത്. ഇത്ര ഉള്ളൂ, ചെറിയൊരു കാർഡാണ്. ഈ കാർഡ് എനിക്ക് പൗർണമി തന്നതാ. അത് എന്താ ട്യൂഷൻ ക്ലാസ്സിൽ പഠിച്ചതാ. ഇതിനകത്ത് ഹാപ്പി ബർത്ത്ഡേ റിയ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് തുറക്കാനായിട്ട് മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ട്രൂ. പുറകിലൊന്നുമില്ല. പിന്നെ ഇതെനിക്ക് നവ്യ തന്നതാ, ഒരു ഹാൻഡ് ബാഗ് പോലെ. അതിൻ്റെ അകത്തൊരു കാർഡുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തൊരു മിഠായി ഉണ്ടായിരുന്നു. അത് ഞാൻ വന്നപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അകത്ത് ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഡിയർ അമ്മി. Every time, every day, every seconds, God bless you by Navya Turiya. ഇത്രയുള്ളൂ. ഇതിൻ്റെ അകത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് ഇത് കാർത്തിക തന്നതാ. ഇതെനിക്ക് 5th വെച്ച് തന്നതാ കാർത്തിക. 6th ആരും എനിക്ക് ഗിഫ്റ്റ് ഒന്നും തന്നില്ല. കുറച്ച് പേരെ തന്നു. എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഫ്രണ്ടിൽ എനിക്ക് ഈ ബോർഡറാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ അകത്ത് ഫുൾ ഡെക്കറേറ്റ് ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ മൈ ബെസ്റ്റ് ഫ്രണ്ട് Radmin. Wish you a marvelous and purpose day for you, Riya. You are a cute girl. You are so sweet. You are my best friends forever. നെക്സ്റ്റ് ഇതെനിക്ക് ക്രിസ്മസ് കാർഡ് കിട്ടിയതാണ്. എനിക്ക് എന്തുവാ തന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയായിരുന്നു, കാർത്തികയായിരുന്നു. ഇത് 50 വെച്ച് എനിക്ക് തന്നതാണ്. ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു എന്താ ക്രിസ്മസ് കാർഡായിട്ട് ഞാൻ ഉണ്ടാക്കിയാണ് കൊടുത്തത്. എനിക്ക് മേടിക്കാനൊരു ഗുമ്മില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ ആരും ഇല്ലായിരുന്നു, പോയി മേടിക്കാനൊന്നും ആരും ഇല്ലായിരുന്നു. പിന്നെ തലേന്ന് വിളിച്ചിട്ട് പറയുക, മിസ് പറഞ്ഞു തലേന്ന് വിളിച്ചിട്ട് എനിക്ക് മേടിക്കാനൊരു ഗുമ്മില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്ന് മേടിച്ചു. തുറന്നു നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞു നിർത്തിയ കാര്യം, അത് മിസ് തലേന്ന് വിളിച്ച് അമ്മേനെ വിളിച്ചിട്ട് പറയുക എന്തുവാ നാളെ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്, ഒരു 50 രൂപ അതിൻ്റെ സംതിങ് ആയിട്ടുള്ള വിലയുള്ള ഒരു കാർഡ് മേടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മിസ്സിന് വേണ്ടിയിട്ട് ഇവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞാൻ ഒരു ചെറിയൊരു ഗിഫ്റ്റ് മേടിച്ചു. അവിടെ കാർഡില്ലെന്ന് പറഞ്ഞു, ഗിഫ്റ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെറിയൊരു ഗിഫ്റ്റ് മിസ്സിന് വേണ്ടി മേടിച്ച്. മറ്റേ ക്രിസ്മസ് ട്രീ കണക്ക് ഇരിക്കും, അതിന് നിറച്ച് ലൈറ്റ് കത്തുന്ന മറ്റേ ഫെദേഴ്സ് എന്നല്ല, ഒരു പ്ലാസ്റ്റിക് കണക്കുള്ള ഒരു സാധനം വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ആ ക്രിസ്മസ് ട്രീ, അതിൻ്റെ അകത്തുനിന്ന് ലൈറ്റ് കത്തുന്ന സാധനം. ഞാൻ കൊടുത്ത് കുറേ നാളത് ടീച്ച് നെസ്റ്റിൻ്റെ ഫ്രണ്ട് ഇരുന്നു. പിന്നെ കുറേ നാൾ അത് പിന്നെ എവിടെയോ പോയി, എനിക്കറിയത്തില്ല. അപ്പം ഇത് ക്രിസ്മസ് ട്രീ. വിഷിംഗ് യു പീസ് ആൻഡ് ഹാപ്പിനെസ് ഓൺ ക്രിസ്മസ്. ലെറ്റ് ദ മാജിക് ഓഫ് ദിസ് സീസൺ ഇലുമിനേറ്റ് യുവർ വേൾഡ്. അകത്തിങ്ങനെ
ഞാൻ വായിക്കാം. To Ermi. This greeting brings you wishes for a year that's filled all through with happiness and everything that means the most to you, as you were someone who is very dear and close to my heart. Lovely wishes for you on Christmas from Karthika. നമുക്കപ്പം ഓപ്പൺ വിത്ത് എ സ്വീറ്റ് സ്മൈൽ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് ഇവിടെ ഫ്രണ്ടിൽ. ഓപ്പൺ വിത്ത് എ സ്വീറ്റ് സ്മൈൽ. ഇതിൻ്റെ ഒക്കെ തന്നെ വെച്ചേക്കാം. ഈ വർഷത്തെ ക്രിസ്മസ്, കഴിഞ്ഞ വർഷം ഞാൻ ക്രിസ്മസ് കാർഡ് കൊണ്ടുപോയില്ല. ക്രിസ്മസ് കാർഡ് ഇടുന്നില്ലെന്നൊക്കെ പറഞ്ഞു, ക്രിസ്മസ് ഫ്രണ്ട് ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ മിസ് പറയ കാർഡ് കൊണ്ടുപോയവർക്ക് ഇടാന്ന് പറഞ്ഞിട്ട്, കാർഡ് ഉള്ളവർ മാത്രം ഇട്ട് കാർഡില്ലാത്തവർ അവിടെ ചുമ്മായിരുന്നു. ഓക്കെ, ഇനി അടുത്ത കാർഡ്സ്. ഇതെനിക്ക് ജാനകി തന്നതാണ്, വായിക്കാം. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ റിയ, മേ ഗോഡ് ബ്ലെസ് യു ഡിയർ. അതാണ് ഫസ്റ്റ്. പിന്നെ ഇവിടെ പടം അകത്ത് ഇങ്ങനെ വായിക്കാം. എ ബർത്ത്ഡേ സ്റ്റോറി. ഹലോ മൈ ഡിയർ റിയ കുട്ടി, how are you? Is it your birthday? Many happy birthday. May God bless you dear. Happy birthday Riya. വേറെ ഇത് രണ്ടെണ്ണം ഉണ്ടേ. ഇത് 4Cയിൽ കിട്ടിയതാണ്. ഇത് 5th കിട്ടിയതാണ്. ഇത് 4th ഇത് 5th കിട്ടിയ. അതെന്ന് വെച്ചാൽ 4th 5th ഞങ്ങൾക്ക് ക്രാഫ്റ്റ് പീരീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് മിസ് പറഞ്ഞു കുറച്ച് ബർത്ത്ഡേ കാർഡ് ഇവിടെ ഉണ്ടാക്കി വെക്കണം. എല്ലാവരും ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കി വെച്ചിട്ട് അത് എല്ലാവരുടെയും ബർത്ത്ഡേ വരുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി അവിടെ സ്കൂളിൽ തന്നെ വെക്കും. അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണത്. ഇത് എനിക്ക് ആദിദേവ് തന്നതാണ്. ആദിദേവ്, ഹാപ്പി ബർത്ത്ഡേ ടു മൈ ഡിയർ ഫ്രണ്ട് എന്നും പറഞ്ഞിട്ട് ആദിദേവിൻ്റെ ആണ്. ഇങ്ങനെ എടുക്കാൻ നേരത്ത് കിട്ടുന്നതാണ്. എല്ലാം മിക്സ് ചെയ്താ വെച്ചിരിക്കുന്നത്. റോൾ നമ്പർ മാത്രമേ എഴുതിയിട്ടുള്ളൂ. പിന്നെ അയാളുടെ പേരൊന്നും എഴുതത്തില്ല, റോൾ നമ്പർ മാത്രം എഴുതി വെക്കും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ വെച്ചേക്കും. പിന്നെ ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ വെച്ചിട്ട് ഓരോരുത്തരുടെ ബർത്ത്ഡേ വരുമ്പം അവിടുന്ന് എടുത്ത് ഇങ്ങനെ കൊടുക്കും. ഓരോരുത്തരുടെ ബർത്ത്ഡേ വരുമ്പോൾ കൊടുക്കും. എൻ്റെ വിഷൊക്കെ പാടി അതൊക്കെ മാത്രം. അകത്ത് ഇതിങ്ങനെ ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞിരിക്കണം. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതെനിക്ക് അലക്സ് തന്നതാണ്. ഇത് എനിക്ക് അങ്ങനെ തന്നെ കിട്ടിയത്, സ്കൂളിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ ഇവൻ ഇത് ചെയ്തിരിക്കുന്നത് ബുക്ക് പോലെ ചെയ്തിരിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ബുക്ക് എന്നും പറഞ്ഞ് കൊടുത്തിരിക്കുക. എപ്പോഴാണ് ചെയ്തിരിക്കുന്ന ഡേറ്റുകളുണ്ട് 23/6/2023. നൈസ്. 23/6/2023 അപ്പോഴാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഡയറി അതിൻ്റെ അകത്ത് ബുക്കെന്നും പറഞ്ഞ് എഴുതിയിട്ട് നെയിം, ക്ലാസ്, സ്കൂള്, മദേഴ്സ് നെയിം, ഫാദേഴ്സ് നെയിം, ഇമെയിൽ, ഫോൺ നമ്പർ, ഹൗസ് കളർ, ഇത്രയും എഴുതാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചുമ്മാ പല പല കളറിലുള്ള പേപ്പേഴ്സ് അതിൻ്റെ അടിയിൽ പേജ് നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ എല്ലാം തീർന്നിരിക്കുന്നു. ഇനി പാർട്ട് 2 വരുന്നതായിരിക്കും. ഞാൻ നാളെ എടുത്തിട്ട് വരാം. അത്രേ ഉള്ളൂ. Bye bye.